പലതും മറന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? മനസ്സ് ഒന്നിലും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കാറില്ലേ? ഒരുപക്ഷെ ഇത് ബ്രെയിൻ ഫോഗ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ബ്രെയിൻ ഫോഗ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ബ്രെയിൻ ഫോഗ് എങ്ങനെ മാറ്റാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് എങ്ങനെ സാധിക്കുമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്നത് ബ്രെയിൻ ഫോഗ് അത് എന്താണെന്നും ലക്ഷണങ്ങൾ എന്താണെന്നും അതിനെ എങ്ങനെ അകറ്റാൻ സാധിക്കും എന്നുമാണ്. ഓർമ്മയും ഏകാഗ്രതയും ഭാവനയും താൽക്കാലികമായെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നുക, ഒന്നിലും ഉറച്ചു നിൽക്കാതെ മനസ്സ് അലയുക, ചിന്തകൾക്ക് ഒരു വ്യക്തതയും ഇല്ലാതിരിക്കുക, ഒന്നിനും മൂടില്ലാതിരിക്കുക, ക്രിയേറ്റീവ് ആകാൻ പറ്റാതിരിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് എല്ലാം കൂടെ ചേർന്ന്, ഈ അവസ്ഥകളെ എല്ലാം കൂടെ ചേർന്ന് വിളിക്കുന്നതാണ് ബ്രെയിൻ ഫോഗ്. ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ലെങ്കിലും വല്ലാതെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയും മൂഡ് കളയുകയും ചെയ്യുന്ന ഒന്നാണ്. അമിതമായി ഫോൺ ഉപയോഗിക്കുന്നവർക്ക്, ചിലതരം മരുന്നുകൾ കഴിക്കുന്നവർക്ക്, കീമോതെറാപ്പി ചെയ്യുന്നവർക്ക്, പ്രമേഹമുള്ളവർക്ക് ഒക്കെ ബ്രെയിൻ ഫോഗ് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മനസ്സിലാക്കാം. ഏകാഗ്രതയില്ലായ്മ, വല്ലാത്ത ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുപോകുക, മനസ്സിനും ശരീരത്തിനും തോന്നുന്ന തളർച്ച, മറവി, ഓർമ്മകളും ചിന്തകളും മുറിഞ്ഞു പോകുന്നത് പോലെ തോന്നുക, മനസ്സിന് വല്ലാതെ ക്ഷീണിച്ച് അവശമായതുപോലെ തോന്നുക, സംസാരിക്കുമ്പോൾ കൃത്യമായ വാക്കുകൾ കിട്ടാത്തതുപോലെ തോന്നുക, എന്തെങ്കിലും ചിന്തിച്ചോ മനസ്സിലാക്കിയോ എടുക്കാൻ പതിവിലും കൂടുതൽ സമയമെടുക്കുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാനോ കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കുവാനോ പറ്റാതെ വരിക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്ന് മനസ്സിലാക്കാം. അതിൽ പ്രധാനമെന്ന് പറയുന്നത് 1. ഉറക്കക്കുറവ്, 2. ഫോണിൻ്റെ അമിതമായ ഉപയോഗം, 3. പ്രമേഹം, 4. ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, 5. വിഷാദരോഗം, 6. ഓട്ടിസം അല്ലെങ്കിൽ ADHD, 7. പ്രസവ സമയത്തെ ഹോർമോൺ വ്യതിയാനങ്ങൾ, 8. കീമോതെറാപ്പി, 9. പോഷക ആഹാരക്കുറവ്, 10. മാനസിക സമ്മർദ്ദം തുടങ്ങിയവയൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇത് മാത്രവുമല്ല, കോവിഡ് വന്നു പോയവർക്ക് കൂടുതലായി ബ്രെയിൻ ഫോഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി ബ്രെയിൻ ഫോഗ് അകറ്റാൻ ഏറ്റവും ഫലപ്രദവും ലളിതവുമായ പരിഹാരം എന്താണെന്ന് നോക്കാം. ഓസ്ട്രേലിയയിലും US-ലെയും ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പഠനം, അതിൽ 65 മുതൽ 80 വയസ്സുവരെ ഉള്ളവരിൽ നടത്തിയ വിശദമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ശാരീരിക അധ്വാനമുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്നതാണ്. അരമണിക്കൂർ എന്തെങ്കിലും വിധത്തിലുള്ള വ്യായാമം ചെയ്യുക ഇതിനുള്ള പരിഹാരമായി നിർദ്ദേശിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ അരമണിക്കൂർ നടത്തമാകാം, പടികെട്ടുകൾ കയറുന്നതാകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോയുള്ള വ്യായാമവുമാകാം. ചെറുതായി ഒന്ന് വിയർത്താൽ ബ്രെയിൻ ഫോഗ് പമ്പ കിടക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി വ്യായാമം ചെയ്താൽ എങ്ങനെയാണ് ബ്രെയിൻ ഫോഗ് മാറുന്നത് എന്നല്ലേ? വ്യായാമം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, അത് തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്നു. അതുപോലെ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് സ്ട്രെസ്സ് കുറയ്ക്കാനും ശ്രദ്ധ കൂട്ടാനും സഹായിക്കുന്നു. വ്യായാമം ചെയ്യുന്നത് ഉറക്കക്കുറവിന് ഒരു നല്ല പരിഹാരവും കൂടിയാണ്. മാത്രവുമല്ല, വ്യായാമം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ പുതിയ കോശങ്ങൾ രൂപപ്പെടാനും ഉള്ള കോശങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ഓർമ്മക്കുറവ് അകറ്റാൻ സഹായിക്കും. അതുകൊണ്ട് ബ്രെയിൻ ഫോഗ് ഉണ്ട് എന്ന് തോന്നിയാൽ വ്യായാമം ചെയ്യുക. അത് വളരെ ഫലപ്രദവും ലളിതവുമായ പരിഹാരവുമാണ്. പരീക്ഷിച്ചു നോക്കൂ, വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ഇത്തരത്തിൽ അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട്. അവ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ, സൈനിങ് ഓഫ്. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്.